നദീ തർക്കത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കർണാടക സർക്കാർ. മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ചർച്ചകളൊക്കെ നടന്നേക്കും എന്ന് കേട്ടിരുന്നു ഇടയ്ക്ക്. അത് മുന്നോട്ട് പോയില്ലേ? ആഗസ്റ്റ് 3-ാം തീയതിയാണ് തമിഴ്നാട് കർണാടക മുഖ്യമന്ത്രിമാരുടെ ചർച്ച വച്ചിരിക്കുന്നത്. അതിന് മുൻപ് തന്നെ ഈ CWRC കാവേരി നദീജല റെഗുലേറ്ററി കമ്മിറ്റി ഈ 15 ദിവസം കർണാടക തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് കർണാടകയിലുടനീളം, പ്രത്യേകിച്ച് മൈസൂരു മേഖലയിൽ കാര്യമായിട്ട് നടന്നു വരുന്നത്. ഇന്നലെ രാത്രി മാണ്ഡ്യ, ശ്രീരംഗപട്ടണ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള കർഷക പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് അല്പസമയത്തിനകം തന്നെ കന്നഡ രക്ഷണ വേദിക ഉൾപ്പെടെയുള്ള സംഘടനകൾ ബംഗളൂരുവിലും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് ഇനി എന്ത്, അതായത് കർണാടകയുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തൊക്കെ നിയമ നടപടികൾ ചെയ്യാനാകും എന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഡൽഹിയിൽ അദ്ദേഹം ക്യാബിനറ്റ് റീഷഫ്ലിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഉന്നത നിയമ വിദഗ്ധരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമൊക്കെ കർണാടക നടത്തുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട ഒരു കാര്യം, കർണാടകയിൽ മഴ വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് മൈസൂരു മേഖലയിലും ഉത്തര കർണാടക മേഖലയിലുമൊക്കെ വലിയ തോതിൽ മഴക്കുറവുണ്ട്. പലയിടത്തും വരൾച്ചയുടെ സാഹചര്യം ഈ മൈസൂരു ബെൽറ്റിൽ പല ഭാഗങ്ങളിലുമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം വിട്ടുകൊടുത്താൽ അത് വലിയ കർഷക രോഷത്തിന് കാരണമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിളകൾ നശിച്ചു പോകുന്ന അവസ്ഥയിലാണെന്നാണ് കർഷകരൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യം കോടതിയെ ബോധിപ്പിച്ച് അനുകൂല ഉത്തരവ് വാങ്ങുക എന്നുള്ളതാണ് കർണാടകയുടെ നീക്കം. മറുവശത്ത് തമിഴ്നാട്ടിലും ഈ കാവേരി നദിയിലെ വെള്ളത്തിനെ ആശ്രയിച്ച് മാത്രമാണ് ആ ഡെൽറ്റ പ്രദേശത്തുള്ള കൃഷിയെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി കർഷകർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും മഴയിൽ കാര്യമായിട്ട് കുറവ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു സംസ്ഥാനങ്ങൾക്കും ഗുണമായിട്ടുള്ള അല്ലെങ്കിൽ ഇരു സംസ്ഥാനങ്ങൾക്കും ദോഷം വരാത്ത തരത്തിലുള്ള ഒരു നീക്കുപോക്ക്, ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കർണാടക തമിഴ്നാട് സർക്കാരുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. എന്തു തന്നെ തീരുമാനമെടുത്താലും, വെള്ളം വിട്ടുകൊടുക്കാനുള്ള തീരുമാനമെടുത്താൽ കർണാടകയിൽ പ്രശ്നമുണ്ടാകും. വെള്ളം കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട് അതിർത്തിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്ഥിതി അതിസങ്കീർണം തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ ഈ കാവേരി നദീജല തർക്കം തെരുവിലേക്ക് എത്തുകയും വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളിലേക്കൊക്കെ എത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരുകൾ ഉള്ളത്. ആഗസ്റ്റ് 3-ാം തീയതി വിവരങ്ങൾ നൽകിയത്.